മോമിനിങ്ങളെ, ഒരാളെയും ചെറുതായി കാണരുത്. നമ്മൾ ഒരാളെയും നിസ്സാരാക്കരുത്. ഗീബത്ത് പറയുക എന്ന് പറയുന്ന സ്വഭാവം വലിയൊരു കുറ്റായിട്ട് നമ്മൾ കാണണം. അത്തരത്തിലുള്ള ഒരു മജ്ലിസിലും നമ്മൾ ഇരിക്കാൻ പാടില്ല. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് ഗീബത്ത് എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തില് വ്യഭിചാരവും ഗീബത്തുമായിട്ട് തെറ്റ് വലുത് വ്യഭിചാരം തന്നെയാണ്. പിന്നെന്തിനാണ് ഗീബത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്? വ്യഭിചരിച്ചയാൾ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ അയാൾക്ക് വലിയ കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട് തൗബയുടെ. അയാൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഏറെ സാധ്യതയുണ്ട് നന്നാവാൻ. പക്ഷേ ഗീബത്ത് പറഞ്ഞയാൾക്ക് അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരെയാണോ പറഞ്ഞത് അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ? ശരിക്കും ഗീബത്തിന്റെ ഒരു ദുരന്തം നമ്മൾ ആലോചിച്ച് നോക്കിയേ. നാളെ സിറാത്ത് പാലത്തിൽ അല്ലെങ്കിൽ പരലോകത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഗീബത്തിന്റെ ഒരു കാരണം കൊണ്ട് നമ്മുടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് നന്മ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു 52% നന്മയും 48 തിന്മയുമാണ്. 2% ഫലത്തിൽ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് നാം ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് നമ്മുടെ അമൽ അങ്ങോട്ട് വാരി കൊടുക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ ഒരു വാക്കിന്റെ, നമ്മുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ, നമ്മുടെ ഒരു എഴുത്തിന്റെ ഒരു ദുരന്തം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ 60 കൊല്ലം വെള്ളത്തിലാവാൻ, പരാജയത്തിലാവാൻ ഒറ്റൊരു ഗീബത്ത്, ഒരൊറ്റൊരു വാക്ക്, ഒരൊറ്റൊരു എഴുത്ത് കാരണമായി എങ്കിൽ ഗീബത്ത് എത്രമേൽ കടുപ്പമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുമ്പോ നമ്മുടെ അമൽ, നമ്മൾ സ്വർഗത്തിലാണെന്ന് സങ്കല്പിച്ചിട്ട് പറയുമ്പോ നമ്മുടെ അമൽ മറ്റേയാൾക്ക് കിട്ടിയാൽ, അഥവാ നമ്മൾ ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് കിട്ടിയാൽ അയാൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല. അയാൾ അത്ര വലിയ തെറ്റുകാരനാണ്. എന്നാലും നമ്മുടെ അമൽ അയാൾക്ക് കൊടുക്കാതെ റബ്ബിന്റെ കോടതി, നീതിയുടെ കോടതി പിരിയൂല. നമ്മുടെ അമൽ അയാൾക്ക് കിട്ടി എന്നതുകൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നരകത്തുനിന്ന് രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാതിരിക്കട്ടെ, അമൽ അങ്ങോട്ടേക്ക് പോകും. അയാളുടെ തെറ്റ് നമ്മളിലേക്ക് കടന്നു വരും. എത്ര വലിയ ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ട് ഒരാള് ഗീബത്ത് പറയൂല എന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഗീബത്തിന് പ്രേരകാവുന്ന കാരണങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഒരാൾക്ക് മറ്റൊരാളെ ഗീബത്ത് പറയാൻ കാരണമാവുന്നത്? ഒന്ന്, അവനോടുള്ള വെറുപ്പാണ്. ഒരാളോടുള്ള വെറുപ്പുണ്ടാവുമ്പോഴാണ് അയാളെ കുറിച്ച് ഗീബത്ത് പറയാൻ തോന്നുക. അതെന്തായാലും വലിയ കുറ്റാണല്ലോ, മറ്റുള്ളവരെ വെറുക്കുക. അങ്ങനെ വെറുക്കുമ്പോഴാണല്ലോ നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരാളോട് വെറുപ്പുണ്ട് എന്ന് കരുതി നമ്മൾ അയാളെ ഗീബത്ത് പറഞ്ഞു എന്നാൽ അയാളോടുള്ള വെറുപ്പ് തീരുവോ? പനി വന്ന് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ഓക്കെ, പനി മാറുമായിരിക്കും. ഇത് അതുപോലെ മാറാനുള്ള രോഗമാണോ? അല്ലല്ലോ. ഒരാളോടുള്ള വെറുപ്പ് കാരണം നമ്മൾ വേറൊരാളോട് അയാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അയാളോടുള്ള വെറുപ്പ്, അമർഷം തീരുവോ? ഇല്ല. കൂടുതൽ കൂടുതൽ വെറുപ്പ് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. പിന്നെന്തിനാ നമ്മൾ ഗീബത്ത് പറയുന്നത്? ഒരു കാരണം അതാണ്. രണ്ടാമത്തത്, ജനങ്ങളെല്ലാം അയാൾക്ക് വലിയ അംഗീകാരം നൽകുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുന്നു. നമ്മളെന്തിനാ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്? നമ്മളെന്തിന് ഗീബത്ത് പറയാൻ ശ്രമിക്കണം? അയാളുടെ ഒരു കഴിവിനെ ജനങ്ങളൊക്കെ അംഗീകരിക്കുന്നതിന് നമ്മളെന്തിനാ ഗീബത്ത് പറയേണ്ടത്? അള്ളാഹ് കൊടുത്ത കബൂലിയത്തല്ലേ അത്. നമ്മൾ അതിലും ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം ഒരാളെ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ ഗീബത്ത് പറയുന്നത് അതൊരു ഹസദിന്റെ കാരണം കൊണ്ടാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരു അസൂയല്ലേ അതിന്റെ ഒരു കാരണം. അതും നമുക്ക് പാടില്ല. അസൂയ വെച്ചു എന്നതുകൊണ്ട് നമുക്ക് അയാളോടുള്ള അസൂയ കാരണം അയാളുടെ അംഗീകാരം നഷ്ടപ്പെടുവോ? ഇല്ല. നമ്മളെപ്പോഴും അസ്വസ്ഥരാവുക എന്നല്ലാതെ ഇതും നമുക്ക് തന്നെയാണ് പ്രശ്നം. മൂന്നാമത്തെ ഒരു കാരണം ഗീബത്ത് പറയാൻ, തമാശക്ക്, കളിതമാശക്ക്, കോമഡിയായിട്ട് ചിരിപ്പിക്കാൻ. ഇതും ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയതാണ്. ആരെയും ഗീബത്ത് പറയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. എത്ര വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി നോക്ക്. നമ്മള് രണ്ടുപേര് സുബഹി നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക്.
അടുത്തടുത്ത് വീട്ടുകാരായ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത ഒരാളുടെ വീട് നോക്കിയിട്ട് ഞാനും എന്റെ അടുത്തുള്ള ഈ കൂട്ടുകാരൻ തമ്മിൽ സംസാരിക്കുകയാണ്. ഇയാൾ പള്ളിയിലേക്ക് വരത്തില്ല, ജമാഅത്തിന് വരത്തില്ല, വെറും ഉറക്കമാണ്. ഇങ്ങനെ പറയലുണ്ട്. എന്താ സാധിച്ചത്? ഈ നമ്മളെ രണ്ടുപേരുടെയും ജമാഅത്ത് പോയി, കൂലി പോയി. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉറക്കും പോയി, അയാൾക്ക് ഉറക്കും കിട്ടി, നമ്മളെ സുബിയും കിട്ടി. എത്ര വലിയ തമാശയാണല്ലേ ഇത്. നമ്മളിത് ചിന്തിക്കാത്തോണ്ടാണ്. ആരെയും ഗീബത്ത് പറയൂലെന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്താലോ, തീരുമാനിച്ചാലോ. ഇതെങ്ങനെയാ ചികിത്സിക്കേണ്ടത്? ഇതും ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ സവാജിറിൽ പറയുന്നുണ്ട്. ചികിത്സിക്കേണ്ട രീതി, റബ്ബിന്റെ കോപവും റബ്ബിന്റെ ശിക്ഷയും എനിക്കിറങ്ങും എന്നൊരു പേടി എപ്പോഴും നമുക്കുണ്ടാവണം. ഒരു ആത്മീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് ചുരുക്കം. രണ്ടാമത്തത്, എന്റെ അമലുകൾ ഈ ഒറ്റ കാരണം കൊണ്ട് പൊളിഞ്ഞു പോകുകയാണ്. നല്ല നല്ല ഹജ്ജൊക്കെ അങ്ങോട്ടേക്ക് പോകുക, തീരുന്ന മുറക്ക് അയാളുടെ കള്ളുകൂടി ഇങ്ങോട്ട് കിട്ടുക. എത്ര വലിയൊരു അബദ്ധമാണത്. ഒരിക്കലും സംഭവിച്ചുകൂടാ. ഗീബത്ത് പറയാത്ത, ഗീബത്ത് കേൾക്കാത്ത ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ സമന്മാരാണ്. കാരണം ഇയാൾ കൂട്ടു നിൽക്കുമ്പോഴാണല്ലോ അയാൾ പറയണത്. രണ്ടാളും കുറ്റത്തിൽ സമന്മാരാണ്. നമ്മുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗീബത്ത് പറയുമ്പോ പറയല്ലേ, അരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ, ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് നരകമോചനം സാധ്യമാകും എന്ന് ഓഫർ ചെയ്യുന്നുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ന്യായങ്ങൾ എന്തു പറഞ്ഞാലും ഗീബത്തൊക്കെ പറയുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എതിർക്കുമ്പോ, എന്ത് ഗീബത്ത്, ഉള്ളതല്ലേ പറയണത്, ഇതൊക്കെ പറയാതെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്നവർക്ക് മതം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പഠിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മുടെ കൊച്ചു കൊച്ചു അമലുകളെ ആകപ്പാടെ ഉള്ളൂ, ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട് വരുത്തരുതേ എന്നാഗ്രഹിച്ച് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.